ലയനം കലാ സാംസ്കാരിക വേദിയുടെ ത്രൈമാസ പരിപാടി ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. പ്രിയ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലയനം പ്രസിഡന്റ് ബൈജു ചേർത്തല അധ്യക്ഷനായിരുന്നു. സിനു കിടങ്ങൂർ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി സിന്ധു ആര്യനാട്, വൈസ് പ്രസിഡന്റ് സുരേഷ് ആര്യനാട്, എക്സിക്യൂട്ടീവ് അംഗം സീമ അജിമോൻ, ഖജാൻജി ബെന്നി വൈപ്പിൽ, സാഹിത്യകാരി അനു കാവുമൂലയിൽ, സാഹിത്യകാരൻ സുവജൻ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരിയും അധ്യാപികയുമായ ബിന്ദുശ്രീയുടെ 5ാമത് പുസ്തകം ശങ്കിനുള്ളിലെ കടൽ എന്ന കൃതിയുടെ കവർ പ്രകാശനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപദേശക സമിതി അംഗവും എഴുത്തുകാരിയുമായ സിജിത അനിലും പ്രശസ്ത പിന്നണി ഗായകൻ ഷീൻ ജോർജും ചേർന്ന് നിർവഹിച്ചു. വൈഗ വസുദേവിന്റെ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകത്തിന്റെ ചർച്ചയും നടന്നു. ലയനം കലാ സാംസ്കാരിക വേദിയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് ആര്യനാട് പുസ്തകാവതരണം നടത്തി. നാടകരചയിതാവും മാധ്യമപ്രവർത്തകനുമായ സുവജൻ, എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രസന്ന ബാലചന്ദ്രൻ, അനു കാവുമൂലയിൽ എന്നിവർ ചർച്ച നയിച്ചു. പറയാൻ ബാക്കി വെച്ചത് വൈഗാമാമിന്റെ പറയാൻ ബാക്കി വെച്ചത് 13 കഥകളാണ്. 13ഓളം കഥകളാണ്. അപ്പൊ ഈ കഥകളുടെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയത്, ഇതില് ഈ 13 കഥകൾ ജീവിതവുമായി നന്നായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് കഥകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഥകളിലെ കഥാപാത്രങ്ങളെ നമ്മളെ ചെകഞ്ഞു നോക്കിയാൽ നമ്മുടെ ഓർമ്മകളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ വ്യത്യസ്ത ദേശങ്ങളിലോ എവിടെയെങ്കിലും ഒരിടത്ത് കാണും. അതാണ് ജീവിതവുമായിട്ട് ഇഴചേർന്നെന്ന് പറഞ്ഞതിന്റെ കാരണം. അതാണ്. അപ്പൊ ഈ കഥാപാത്രങ്ങളെ ചിലപ്പോൾ നമ്മുടെ മുൻകാലത്തുള്ള സ്മരണകളിൽ എവിടെയെങ്കിലും ചെകഞ്ഞാൽ കിട്ടിയിരിക്കും. ഇതൊക്കെ ശരിക്കും വളരെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഓരോ പരീക്ഷാകാലത്തിലും ഈ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ട്രോമ ഉള്ളതായിട്ട് ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാത്തിരിപ്പിനൊടുവിൽ എന്ന കഥ, അതിനകത്ത് മാലതിയുടെ വിഫലമായ കാത്തിരിപ്പാണ് വിഷയം. അപ്പം ഇവിടെയും വിയോഗം കാത്തിരിപ്പിനെ നിരാശയിലേക്ക് അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മൾ അറിയാതെ ആ ഒരു വിഷാദത്തിലേക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ബിന്ദുശ്രീ തിരുവനന്തപുരം ഏകോപനം നടത്തി. തുടർന്ന് വൈഗ വാസുദേവ് മറുപടി പ്രസംഗം നടത്തി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. i4a ന്യൂസ്, ഏറ്റുമാനൂർ.